പ്രശാന്ത് ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തിന് രാജിവെക്കണം കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വവും? ചോദിക്കുന്നത് മറ്റാരുമല്ല, ബി.ജെ.പിയുടെ കേരള പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറാണ്. എന്ത് കാര്യത്തിനാണ് സുരേന്ദ്രൻ രാജിവെക്കേണ്ടത്? കാരണം കോൺഗ്രസ്സുകാർ പലപ്പോഴും തോറ്റിട്ടില്ലേ? അപ്പോൾ അവരുടെ സംസ്ഥാന നേതൃത്വം രാജിവെച്ചോ? ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ രാജിവെച്ചോ? മഹാരാഷ്ട്രയിൽ തോറ്റില്ലേ? CPM-ന് തിരിച്ചടി കിട്ടിയില്ലേ കേരളത്തിൽ? സംസ്ഥാന സെക്രട്ടറി രാജിവെച്ചോ? പിന്നെ എന്തുകൊണ്ടാണ് ബി.ജെ.പിക്ക് മാത്രം ഇങ്ങനെ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ ട്വീറ്റ് കണ്ടപ്പോൾ വളരെയധികം ചിരിയും ഒപ്പം വിഷമവുമാണ് തോന്നിയത്. പ്രശാന്ത് ചേട്ടൻ എന്താ തോന്നിയേ? തീർച്ചയായിട്ടും രാഷ്ട്രീയം അറിയുന്ന ആർക്കും അദ്ദേഹത്തിനോട് സഹതാപമേ തോന്നുള്ളൂ. അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയത്തിലെ നഴ്സറി കുട്ടിയാണ്. കാരണം അദ്ദേഹം കണ്ട ഉത്തരേന്ത്യൻ രാഷ്ട്രീയമല്ല കേരളത്തിലേത് എന്ന് ഇനിയും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അതാണ് സത്യം. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നു എന്നുള്ളതിന് ഒരു കാരണമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ രാഷ്ട്രീയമായിട്ട് നല്ല പ്രബുദ്ധതയുള്ളവരാണ്. നമ്മൾ മലയാളി ആക്ഷേപിക്കും, മലയാളി പൊളിയട എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, പരിഹസിക്കും. പക്ഷേ അതിനപ്പുറത്ത് മലയാളിക്ക് ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. അതെന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ പറയാം, വളരെ ചുരുക്കി പറയാം. നോക്കൂ, 1956 ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് കേരളം. അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളും രൂപം കൊണ്ടു. സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടതിന് ശേഷം ഇന്ത്യയിൽ മൊത്തം തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എല്ലായിടത്തും, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കോൺഗ്രസ് തൂത്തുവാരി കൊണ്ടുപോയി. കേരളത്തിൽ എന്താ സംഭവിച്ചേ? കോൺഗ്രസ് എവിടെ പോയി? ആ കോൺഗ്രസിനെ തകർത്ത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ബാലറ്റിലൂടെ അധികാരത്തിലെത്തി. ഒരു പക്ഷേ ലോകത്തിൽ ഇന്നും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടത് ബാലറ്റിലൂടെ, ജനാധിപത്യ സംവിധാനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിൽ കയറിയത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എന്ന് ഇന്നും പറയുന്നുണ്ട്. അതിന്റെ വാസ്തവം എന്താണെന്നുള്ളത് മറ്റൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രചാരണം അങ്ങനെയാണ്. അന്ന് രാജ്യം ചിന്തിച്ചതിൽ നിന്ന് വേറിട്ട് ചിന്തിച്ചൊരു സംസ്ഥാനമാണ് കേരളം, അല്ലേ? അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഉത്തരഭാരതത്തിൽ പോകുമ്പോൾ, ഡൽഹിയിലും ബോംബെയിലും ഒക്കെ പോകുമ്പോൾ പലപ്പോഴും അവിടുത്തെ പല രാഷ്ട്രീയ വിഷയങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ നമ്മളെ നാട്ടിനെ കുറിച്ച് പറയുന്നത് ചുവപ്പ് എന്നതിന് നിറം എന്ന് മാത്രമല്ല കേരളത്തിൽ അർത്ഥം പറയേണ്ടത്. അങ്ങനെ പോലും കേരളത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ കാഴ്ചപ്പാടിൻ്റെ ഗുണദോഷങ്ങളല്ല നമ്മുടെ വിഷയം. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെക്കുറിച്ച് ഉത്തരേന്ത്യയിലുള്ളവർക്ക് പോലും അറിയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ സമയത്താണ് ജാവ്ദേക്കർ ഇങ്ങനെ ഒരു ബാലിശമായ പ്രസ്താവന, ഒരു ട്വീറ്റ് നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, 1975 അടിയന്തരാവസ്ഥ വന്നു, 77 അടിയന്തരാവസ്ഥ പിൻവലിച്ചു, ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എന്താ ഫലം? 8 നില പൊട്ടി രാജ്യം മുഴുവനും. ചിക്കമംഗളൂരിൽ തോറ്റു, റായ്ബറേലിയിൽ തോറ്റു, അല്ലേ? കെട്ടിവെച്ച കാശ് പോലും കോൺഗ്രസിന് പലയിടത്തും കിട്ടിയില്ല. കേരളത്തിൽ സംഭവിച്ചു. കെ കരുണാകരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നല്ല ഒന്നാന്തരം വിജയമല്ലേ നേടിയത്? ലോക്സഭയിലേക്ക് 16 പേരെയാണ് അയച്ചത്, 1ഉം 2ഉം അല്ല. ആ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് 16 പേരെ അയക്കാൻ പറ്റി. ഇങ്ങനെയുള്ളൊരു കേരളത്തെക്കുറിച്ചാണ് എട്ടും പൊട്ടും തിരിയാത്തൊരു ട്വീറ്റ് ജാവ്ദേക്കർ നടത്തിയിരിക്കുന്നത്. ഇയാളെയൊക്കെ കേരളത്തിന്റെ പ്രഭാരിയായിട്ട് വെച്ചിരിക്കുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. ഇങ്ങനെ ഒരാളാണ് കേരളത്തിന്റെ പ്രഭാരിയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ ബി.ജെ.പിയുടെ അവസ്ഥ? സഹതപിക്കാനേ പറ്റുള്ളൂ, അല്ലേ? കേരളത്തിലെ ബി.ജെ.പി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഒന്ന്, അതിനിടയിൽ ഒരു കാര്യം, ഇത്തരം ഉത്തരേന്ത്യൻ രാഷ്ട്രീയം അറിയാവുന്ന, ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിന്റെ നാടിമിടിപ്പ് അറിയാവുന്ന ആളുകളെ അതേ ലേബലിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് തെറ്റുപറ്റുന്നുണ്ടോ ഈ പ്രഭാരിമാരെ നിയമിക്കുന്നത്? തീർച്ചയായിട്ടും പ്രഭാരിമാരെ നിയോഗിക്കുന്നതിൽ ഒരു ശ്രദ്ധക്കുറവ് തന്നെ ഉണ്ടെന്ന് പറയണം. ശരി, അങ്ങോട്ട് ഇതിലേക്ക് വരാം നമുക്ക്. ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയവും ദക്ഷിണ ഭാരതത്തിലെ രാഷ്ട്രീയത്തിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ കുറച്ചുകൂടെ പ്രാദേശിക ഭാഷ അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ വളരെ സെൻസിറ്റീവാണ്, അല്ലേ? കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും. കേരളം പ്രബുദ്ധരാണ്, അതുകൊണ്ട് ഇങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല. നമ്മളത് പുറത്ത് കാണിക്കാത്തതാണ്. ഇതൊക്കെ ഉണ്ട് ഉള്ളിലുണ്ട്. ആന്ധ്രയിൽ അതുണ്ട്, അല്ലേ? തീർച്ചയായും അതൊരു പ്രത്യേകതയാണ്. ആ പ്രത്യേകത മനസ്സിലാക്കി വേണം, അതായത് മണ്ണറിഞ്ഞു വേണം കർഷകൻ വിത്ത് വിതയ്ക്കാൻ. ഇത് മണ്ണറിയാതെ വിത്തിട്ടാൽ എന്താ ഫലം? അത് മുളയ്ക്കില്ല. ഇതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പാലക്കാടും അതാണ് സംഭവിച്ചിരിക്കുന്നത്. മണ്ണറിഞ്ഞു വേണം വിത്തിടാൻ. മണ്ണറിയാതെ വിത്തിട്ടാൽ മറ്റേ കുമ്പളം കുത്തിയ മത്തം മുളയ്ക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ആയിപ്പോവും. അത്ര ഗതികേടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ബി.ജെ.പിക്ക് കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രധാന ശത്രു ആരാ? ബി.ജെ.പി തന്നെ.
അത് രസകരമായ മറുപടിയാണ്. എന്നാലും രാഷ്ട്രീയമായിട്ട് ഞാൻ ചോദിക്കുന്നത്, ബി ജെ പിയുടെ പ്രധാന ശത്രു കോൺഗ്രസ് ആണോ CPM ആണോ? ഇവിടെ CPM നമ്മൾ ശത്രുവാണ്, ശരിയാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP നേരിടുന്നത് കോൺഗ്രസിനെയാണ്. അപ്പോൾ ആ കോൺഗ്രസിനെ നേരിടുമ്പോൾ ഉത്തര ഭാരതത്തിലുള്ള അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പയറ്റുന്ന അതേ നയം എടുത്ത് കേരളത്തിൽ പയറ്റാൻ പാടില്ല. കോൺഗ്രസ് ഇവിടെ വലിയ കടുത്ത ആക്രമണം BJPക്കെതിരെ നടത്തുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ വോട്ട് മുഴുവനും കൊണ്ടുപോയത് BJP-യാണ്. കോൺഗ്രസിന്റെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണം കോൺഗ്രസ് ഇപ്പോഴും 2 ടേമായിട്ട് പ്രതിപക്ഷത്ത് ചൊറിയും കുത്തി ഇരിക്കുന്നെങ്കിൽ അതിന് കാരണം BJP-യാണ്. തീർച്ചയായും CPM-ന്റെ മിടുക്കൊന്നും അല്ലത്. അതെ. CPM-ഉം BJP-യുടെ രാഷ്ട്രീയ ശത്രു തന്നെയാണ്, ഒരു സംശയമില്ല. രണ്ടുപേരെ ഒരേ അളവിൽ നേരിടണം. പക്ഷേ BJPക്ക് ഒരു പടി കടന്ന് കോൺഗ്രസിന്റെ കാര്യത്തിൽ കുറെ കൂടെ, കാരണം കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തകർന്ന സംഘടനാ സംവിധാനം, തകർന്ന ജനാധിപത്യ സംവിധാനം, ഇതെല്ലാം കോൺഗ്രസ് ആകെ പിടിച്ചു നിൽക്കുന്നത് കുറെ നല്ല നേതാക്കൾ, രാഷ്ട്രീയം അറിയുന്ന നേതാക്കളുടെ മിടുക്ക് കൊണ്ടാണ്, അല്ലാതെ അവരുടെ സംഘടനാ ബലം കൊണ്ടൊന്നുമല്ല. പിന്നെ മുസ്ലിം ലീഗ് എന്നൊരു ബേസ് ഉണ്ട്, മുസ്ലിം ലീഗിന്റെ ബേസ് ഉണ്ട്, മുസ്ലിം ലീഗിന്റെ സഹായമുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കാൻ കോൺഗ്രസിന് പറ്റുന്നുണ്ട്. അത് ഒരു വലിയ പരിധി വരെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് ഇടതുപക്ഷത്തേക്ക് പോയതാണ് കോൺഗ്രസിന്റെ പരാജയത്തിന് മറ്റൊരു കാരണം. ഒപ്പം ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഹിന്ദു വോട്ട് BJP-യിലേക്കും കുറെ പോയി, അതും കോൺഗ്രസിനൊരു വെല്ലുവിളിയായി. ഇതാണ് കോൺഗ്രസ് തകരാൻ കാര്യം. ഇല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ തകരില്ലായിരുന്നു. ഇപ്പുറത്ത് CPM ആണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഈ മാറിയ ഡെമോഗ്രഫി, ജനസംഖ്യയിൽ വന്നിരിക്കുന്ന മാറ്റത്തെ പരമാവധി പരിപോഷിപ്പിച്ച് സ്വന്തം അണികളെ ബലി കൊടുത്തിട്ടാണെങ്കിൽ പോലും വോട്ട് വാങ്ങിച്ച് അവർ സേഫായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യം BJP നേരിട്ട് തോൽപ്പിച്ചേ പറ്റൂ. ഇത് ജാവദേക്കർ തിരിച്ചറിയണ്ടേ? ഇനി രണ്ടാമത്തെ കാര്യം, BJPക്ക് ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ, ഒരു കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിൽ BJP നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാട് കേരളത്തിൽ ചർച്ച ചെയ്യാൻ BJP-യിൽ അറിവും കഴിവും പാണ്ഡിത്യവുമുള്ള എത്ര നേതാക്കളുണ്ട്? വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് അങ്ങനെ ഉള്ള നേതാക്കളുടെ എണ്ണം തന്നെ കുറവ്. അങ്ങനെയുള്ള നേതാക്കന്മാർ അത് താഴെ തട്ടിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി ചർച്ച ചെയ്യാൻ BJPക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ള നേതാക്കന്മാരെ ഉപയോഗിക്കാനും BJPക്ക് സാധിക്കുന്നില്ല. ഇതൊക്കെ BJP നേതൃത്വം തിരിച്ചറിയേണ്ട. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് ഭരണഘടനാ ദിനമാണ് അല്ലേ? BJPയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു പത്രത്തിൽ ഒരു ചെറിയ ലേഖനമെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഞാൻ കണ്ടില്ല. ഇനി ഇത് കേട്ടേച്ച് ആരെങ്കിലും ഇടുന്നെങ്കിൽ നമോഭാഗം. പക്ഷെ 2 ദിവസം മുമ്പ് മോഡി എന്താ പറഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂഷന് മുന്നിൽ ഒരു പരുന്തും പറകില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ ഭരണഘടനയ്ക്ക് മോഡി എന്ത് പ്രാധാന്യം കൊടുക്കുന്നു? BJPയിലെ കേരളത്തിലെ BJP നേതാക്കൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നു? ഇനി മറ്റൊരു വലിയ വിഷയം കൂടി ഇന്നുണ്ട്. മുംബൈ ഭീകരാക്രമണം നടന്നതിൻ്റെ വാർഷികമാണ് അല്ലേ? BJP നേതാക്കൾ ഒരാളെങ്കിലും, ഇവിടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലെയുള്ള വീരബലിദാനികൾ ഉണ്ടായ നാടാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ മേജർ രവി? അദ്ദേഹമെങ്കിലും പോസ്റ്റ് ഇട്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ BJPയുടെ മുൻനിര നേതാക്കൾ ആരും അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ മുംബൈ ഭീകരാക്രമണം അവർ മറന്നുപോയി, അവരുടെ ഓർമ്മയിലെങ്ങുമേ ഇല്ല. മറ്റേ അനിക്സ്പ്രയുടെ പരസ്യം പോലെയാണ്, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഓർമ്മയിലെങ്ങും ഈ സാധനമില്ല. ഇത് ചെറിയ കാര്യമാണ്. ഞാനിത് BJPയെ വിമർശിക്കുന്ന, കേരളത്തിൽ BJPക്ക് ഒരു വലിയ സ്പേസ് ഉണ്ട്. നമുക്ക് ഇവരോടെല്ലാം വലിയ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. ഈ BJP നേതാക്കൾ CPMകാരെ പോലെയും കോൺഗ്രസ്സുകാരെ പോലെയും കേരള രാഷ്ട്രീയത്തിൽ അവരുടെ ചുവട് ഉറപ്പിച്ച് തല ഉയർത്തി നിൽക്കണം എന്ന് നമുക്കും ആഗ്രഹമുണ്ട്. അല്ല, നമ്മൾ വെറുതെ അവരെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇനി ഇതൊക്കെ പറയുമ്പോഴും ഈ BJPയിൽ നേതാക്കൾ, സമുന്നതരായ നല്ല നേതാക്കളുണ്ട്. ഒരു വശത്ത് അവർ ബന്ധനസ്ഥരാണ്. അവർക്ക് പ്രധാന നേതാക്കൾക്കെതിരെ നാവ് ഉയർത്താൻ, തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ഇത് മൂന്നും കേരളത്തിലെ BJP നേരിടുന്ന കടുത്ത വെല്ലുവിളിയാണ്, പ്രശ്നമാണ്. BJP സ്വയം ചിന്തിക്കട്ടെ. അവർ ചിന്തിച്ച് കേരളത്തിൻ്റെ സ്വഭാവത്തിന് അനുസൃതമായ രാഷ്ട്രീയം പയറ്റട്ടെ. ജാവദേക്കറെ പോലെയുള്ള പ്രഭാരിമാരെ മടക്കി ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ തന്നെ വിടുന്നതാണ് നല്ലത്. കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്ന, കേരളത്തെ അറിയുന്ന നല്ല നേതാക്കൾ ഒരുപാട് പേരുണ്ട് ഉത്തരേന്ത്യയിൽ. BJPക്കകത്തുണ്ട്, RSSലുണ്ട്, BMSലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഇതുമില്ലാതിരുന്ന ആളാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന്
ഭാസ്കർ റാവുജി പ്രചാരകനായിട്ട് വന്ന് കേരളത്തിൽ BJP ഇത്രയും വളർത്തിയെടുത്തത്, ദത്തോബാന്ത് തേങ്കടിജി, ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ് CITU പണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. BMS രൂപീകരിച്ചപ്പോൾ അദ്ദേഹം ആ പരിപ്പ് വേവിച്ച് ഇവരെ കൊണ്ട് തീറ്റിച്ചിട്ടാണ് പോയത് അല്ലേ? അപ്പോൾ ഇതൊക്കെ വേണ്ടി വന്ന സംഘപരിവാറിന് കേരളത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ ഇനിയും സാധിക്കും, ബുദ്ധിമുട്ടൊന്നുമില്ല. മഹാരാഷ്ട്രയിൽ 133 സീറ്റ് പിടിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ 71 സീറ്റ് നേടി അധികാരത്തിലേറാൻ BJPക്ക് സാധിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. BJP നേതാക്കൾ ചിന്തിക്കട്ടെ, കേന്ദ്ര നേതൃത്വം ചിന്തിക്കട്ടെ, നമുക്കത് മാത്രമേ പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വിമർശിക്കുന്നവരെ ശത്രുവായി കാണുന്ന മനോഭാവം ഇവർ ആദ്യം മാറ്റുകയും എന്താണ് തിരുത്തേണ്ടത്, എവിടെയാണ് തിരുത്തേണ്ടത്, ഗ്രൂപ്പിസം BJPക്ക് നല്ലതാണോ മോശമാണോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇവർ സ്വയം വിമർശനപരമായി ചിന്തിക്കുകയും ആത്മവിമർശനം വേണം. BJP രക്ഷപ്പെടാൻ അതേ ഉള്ളൂ വഴി. ആൾക്കാരെ പിടിച്ച് മാറ്റിയത് കൊണ്ട് ഒരാളെ മാറ്റി A മാറ്റി B ഇരുത്തി ഒരു കാര്യമില്ല. ഇതിന്റെ അടിത്തട്ടിലുള്ള പ്രശ്നം മാറ്റണം. അതായത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ ആ ബേസിക് ആയിട്ടുള്ള പ്രശ്നം മാറണം. ഒപ്പം ഈ പറയുന്ന ഒരു പറ്റം നേതാക്കളുണ്ട്, അതായത് സെൻകുമാറിനെ പോലെ, ശ്രീലേഖയെ പോലെ, പിന്നെ നമ്മുടെ ജേക്കബ് തോമസിനെ പോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പിന്നെ യുവനിരയിലെ കുറെ ആളുകളുണ്ട്. ഇവരെയൊക്കെ കൃത്യമായി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിലപാട്, ഒരു എന്താണ് നേതൃശേഷിയാണ് ഇവരൊക്കെ കാണിക്കേണ്ടത്. സുരേന്ദ്രൻ ഇപ്പോൾ കാണിക്കേണ്ടത് അതാണ്. തീർച്ചയായും സുരേന്ദ്രൻ മാറണമെന്നില്ല. സുരേന്ദ്രൻ ഈ നിലപാടുകളെല്ലാം തിരുത്തി സുരേന്ദ്രൻ മാറണോ വേണ്ട എന്നുള്ളത് അവരുടെ ആഭ്യന്തര കാര്യം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.